കൗൺസിലിങ്ങിന് വരുന്ന വ്യക്തികളോട് സൂചിപ്പിക്കാറുണ്ട്, ഇത്രയും ദുർഗുണങ്ങളൊക്കെ ഉള്ളവർ കല്യാണം കഴിക്കരുത്. കല്യാണം കഴിക്കാൻ പാടില്ലാത്തവരുണ്ട്, പുരുഷന്മാരിലുണ്ട്, സ്ത്രീകളിലുണ്ട്. അതൊരു വ്യവസ്ഥയിലേക്ക് ചേരുകയാണല്ലോ. ആ വ്യവസ്ഥയുമായിട്ട് ചേരാത്തവരവിടെ ജീവിക്കാൻ പറ്റും. ജനാധിപത്യം എന്ന വ്യവസ്ഥയുമായിട്ട് എനിക്ക് ചേർച്ചയില്ലെങ്കിൽ ഭാരതത്തിൽ ജീവിക്കാൻ പറ്റുമോ? വീട് എന്ന എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ഞാൻ ചേരാതിരിക്കുന്നിടത്തോളം കാലം കുടുംബജീവിതം നയിച്ചിട്ട് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. ഇന്ന് പറയുന്നത് നേരെ തിരിച്ചാ. വിവാഹം കഴിക്കണം എന്നാണ് ഇന്ന് പറയുന്നത്. നാം ഒക്കെ ദേവന്മാർ. നമ്മുടെ ബോഡിയിൽ നല്ലൊരു ശതമാനം പോസിറ്റീവ് വൈബ്രേഷൻ ആയതുകൊണ്ടാണ് ഞാനിപ്പോ ഇത് പറയുന്നത്, നിങ്ങൾ കേൾക്കുന്നു. അതേമാതിരി നാം ഒക്കെ രാജാക്കന്മാരാണ്. രാജാവിന്റെ സഭയില് ഏറ്റവും താണ ജോലിക്കാരെന്ന് പറഞ്ഞ ജോലിക്കാരുണ്ടല്ലോ, അയാള് വീട്ടിൽ വന്നാൽ അയാൾ ആ വീട്ടിലെ രാജാവല്ലേ? എന്തോ ഒരു ക്ഷീണം, മീനാക്ഷി ഒരു ഗ്ലാസ് പച്ചവെള്ളം എടുക്കും പറയില്ലേ? മകനെ വിളിച്ചിട്ട് ആ വാതിലടക്കി, വല്ലാത്ത കാറ്റ് വരും. മകളെ വിളിച്ചിട്ട് അതൊന്നും അവളെ വൃത്തിയാക്കടി, അത് രാജാവല്ലേ? നാം ദേവനാണ്, നാം രാജാവുമാണ്. ദേവനാണ് നാം, നാം രാജാവാണെന്ന് പറഞ്ഞിട്ട് വല്ലോന്റെയും മേക്കെട്ട് കയറണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ദേവനാണല്ലോ അത്. ഇനി ദേവാദിദേവനാകണ്ടേ? നമുക്കൊരു പ്രമോഷൻ വേണ്ടേ ഏതൊരാൾക്കും? ഇപ്പൊ രാജാവാണ്, എന്നിട്ടോ നമുക്ക് രാജാതിരാജൻ ആകണം. അതിന്റെ പേരാണല്ലോ ചക്രവർത്തി. നാം ശാരീരികമായിട്ടും മാനസികമായിട്ടും നമ്മളൊക്കെ രാജാവാണ്. നമുക്ക് രാജാതിരാജനാകണം, നമുക്ക് ദേവാദി ദേവനാകണം. അപ്പൊ എന്തു വേണം? ശരി, അതിനിപ്പോ എന്ത് ചെയ്യണം? നമുക്ക് പൂർണ്ണത കിട്ടണം. പൂർണ്ണത കിട്ടണമെങ്കിൽ വിവാഹം കഴിക്കണം, ഭാര്യ ഉണ്ടാക്കണം. അതിന്റെ തന്നെ വേറൊരു വശം പറയാം ശാസ്ത്രീയമായിട്ട്. ഈ ചിന്തയുടെ പ്രവർത്തനങ്ങളൊക്കെ വലതു മസ്തിഷ്കത്തിന്റെ പ്രവർത്തനമാണല്ലോ. കവിത്വം, ഈശ്വരവിശ്വാസം, അറിവ് എന്നിവയൊക്കെ. അതിനോട് ചേർന്ന് നിൽക്കണം പത്നി. അപ്പോഴാണ് പൂർണ്ണത കിട്ടുന്നത്. മിക്കവാറും ആളുകൾക്ക് ഭാര്യയുടെ സഹായം വേണ്ടി വരും. സംശയിക്കണ്ട. അവളെ ഞാനാണ് സഹായിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടാവുമെങ്കിൽ പോലും അത് കുറെ കാര്യങ്ങളിൽ അങ്ങനെയായിരിക്കും, കുറെ കാര്യങ്ങളിലല്ല. ഇന്നിപ്പോ ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് ഭാര്യ അവിടെ ഇല്ലെങ്കിൽ സംഗതി നടക്കില്ല. കാരണം ഈ ഫോൺ വാങ്ങിയിട്ട് ഇതിന്റെ വോയിസിന്റെ കാര്യവും നെറ്റ് ഓഫ് ചെയ്യാനൊക്കെ അവളെയൊക്കെ അറിയുള്ളൂ. അത് ദിവസേന വൈഫ് തന്നെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുമില്ല. എന്റെ വിവരമില്ലായ്മയുടെ കാരണം ഇതൊക്കെ തക്ക സമയത്ത് ചെയ്തു തരുന്നതുകൊണ്ട്. ഇത് രണ്ടും കൂടി ചേരണം. രാജാതിരാജനാവണം നമുക്ക്. ആ രാജാതിരാജനാവണം
ദേവാദിദേവനും ആകണം. ഇക്കാരണം കൊണ്ടാണ് ഭാരതീയതയുടെ ഏത് യത്നമെടുത്തിരുന്നാലും ഭാര്യ ഇപ്പുറത്തിരിക്കണം. സകല യത്നത്തിനും ബ്രഹ്മാവ് യത്നം നടത്തി ഭാര്യ ഇപ്പുറത്തിരിക്കും. ഭർത്താവ് ഒരു ചടങ്ങില് മുഖ്യാതിഥിയായിട്ട് പോയാൽ ഭാര്യയ്ക്ക് കസേര ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ഭാര്യ പോയാൽ ഭർത്താവിന് കസേര, കാരണം അത് വ്യത്യാസമുണ്ട്. നമ്മളെ പൈതൃകം, രീതി, ഇവിടെ ഭാര്യ എന്ന് പറയുന്നത് നമ്മളെ തന്നെ മസ്തിഷ്കത്തിന്റെ ശക്തി വിശേഷത്വം. അത് ശക്തിയാണ്. ശക്തി കൂടി ചേർന്നാലാണ് സ്ത്രീക്ക് ഗുണം കിട്ടുള്ളൂ, ശക്തി ഉണ്ടാവും. എന്തുകൊണ്ടാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്? കൃഷ്ണരാധ എന്ന് എവിടെയും പറയില്ല. ഫസ്റ്റ് രാധ, പിന്നെയാണ് കൃഷ്ണൻ. കൃഷ്ണന് പൂർണ്ണത കിട്ടണമെങ്കിൽ ഇപ്പുറത്ത് പത്നി ഉണ്ടാകണം. നമുക്ക് പൂർണ്ണത കിട്ടണമെങ്കിൽ ഐശ്വര്യം, സമൃദ്ധി, സമ്പത്തൊക്കെ ഇതിന്റെ ഒരു വശമാണ്. തികച്ചും കല്യാണം കഴിച്ചിട്ടുള്ള ഭാര്യയാണ് അർത്ഥത്തിൽ പറയുന്നില്ല. ദേവാദിദേവനാകണമെങ്കിൽ ഇതുകൂടി ചേരണം. ഇക്കാരണം കൊണ്ട് തന്നെയാണ് ശ്രീ ഗോപാലകൃഷ്ണൻ എന്ന് പറയാറുണ്ട്, ശ്രീ പി ആർ നാഥൻ എന്നൊക്കെ നോട്ടീസിൽ എഴുതാറുണ്ട്. ശ്രീ ചേർത്താലേ ഇവിടെ സമാധാനമുള്ളൂ. ശ്രീ ഉണ്ടാകും. എന്താ ശ്രീ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? ഭൗതികമായിട്ടുള്ള, ഭൗതികം എന്ന് തൽക്കാലം പറയാണ്, ഈ ശക്തി വിശേഷം നമ്മുടെ ഒരു പാർട്ട് ആണ്. സ്ത്രീകളുടെ പേരിന്റെ കൂടെ ശ്രീ ചേർക്കാറില്ല. ശ്രീ ചേർക്കേണ്ട കാര്യമില്ല, അവര് സ്ത്രീയാണ്. പിന്നെ പേരിന്റെ കൂടെ ശ്രീ ഉഷ എന്നൊക്കെ പറയണത്. ശ്രീമതി ഇതിപ്പോ പലരും എഴുതാറുണ്ടല്ലോ, അതൊക്കെ എഴുതാറൊക്കെ ഉണ്ട്, എഴുതിക്കോട്ടെ. അത് വേണമെന്നില്ല, അത് പിന്നീട് വന്നതാ. അവര് സ്ത്രീ. രാമൻ അശ്വമേധയാഗം നടക്കുന്നു, സീത കൂടെ ഇല്ല. സീതയുടെ പ്രതിമ വെച്ചിട്ടാണ് അശ്വമേധയാഗം നടത്തിയത്. ശിവനെ സംബന്ധിച്ചിടത്തോളം പാർവതി കൂടെ ഇല്ലാതെ ശിവൻ ശരിയാവില്ല. ശിവനാണ് പ്രാധാന്യം. ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുത്തതാണ് ആഗമങ്ങൾ. ശിവൻ പാർവതിക്ക് കൊടുത്ത ഉപദേശങ്ങൾ ധാരാളം ഉണ്ട്. പാർവതിയുടെയാണ് നിഗമനങ്ങൾ. നമ്മൾ പറയില്ലേ, അത്രയും കേട്ടപ്പോൾ ഞാനൊരു നിഗമനത്തിലെത്തി എന്ന് പറയാറ്. ആഗമം അവിടുന്ന് വളരെ വലിയ അർത്ഥതലങ്ങളുണ്ട്. നാം ജീവിതത്തിന്റെ പരിപൂർണതയ്ക്ക് നാം ഇപ്പോൾ രാജാവാണ്, രാജാതിരാജനാവണം. നാം ഇപ്പോൾ ദേവനാവണം. ആ ദേവൻ ദേവാദിദേവനാകണമെങ്കിൽ പരിപൂർണത എന്നുള്ളത് ആവശ്യമാണ്. ഇത് ഒരു പ്രത്യേക ആംഗിളിലുള്ള ഒരു ചിന്തയായിട്ട് കരുതിയാൽ മതി. ധന്യമീ ജീവിതത്തിൽ ഇനിയും ചിന്തകൾ തുടരും. നമസ്കാരം.